Good morning, children. Once again, welcome back to ICT class. Okay, previous class we already discussed about our new chapter, data analysis. വിവര വിശകലനം എന്നുള്ള അധ്യായം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തുടങ്ങി വെച്ചു. ഓക്കെ, ആൻഡ് വി ഓൾറെഡി ഡിസ്കസ്ഡ് അബൌട്ട് കാൽക്കുലേറ്റിംഗ് സം ഇൻ ലിബർ ഓഫീസ് കാൽക്ക് അല്ലേ. ലിബർ ഓഫീസ് കാൽക്കിൽ എങ്ങനെയാണ് തുക കാണുന്നത്, ടോട്ടൽ കാണുന്നത് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഓരോ മാസത്തെയും ഇലക്ട്രിക് ബില്ലിൻ്റെ ഒരു ടേബിൾ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ ഹിയർ ഇസ് ദ ടേബിൾ വി ഓൾറെഡി ഡിസ്കസ്ഡ് അബൌട്ട്. ഓക്കെ, നെയിം, മാർച്ച്, മെയ്, ജൂലൈ ആൻഡ് ടോട്ടൽ കോളം. ഓക്കെ, ഹിയർ ഇസ് ദ നെയിംസ് വിജയ്, പ്രണവ്, മഞ്ജു, ജോൺ, ശരത് and Hasina. Okay, and the bills of each month. Okay, each persons. Okay, today ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗ ക്യാൻ വി ഫൈൻഡ് ആവറേജ്, എങ്ങനെയാണ് ശരാശരി കാണുക എന്നുള്ളൊരു കാര്യമാണ്. ഓരോ ആൾക്കാരുടെയും ഓരോ മാസത്തെയും ഇലക്ട്രിക് ബിൽ. ഇപ്പോൾ വിജയിൻ്റെ കേസിൽ പറഞ്ഞാൽ മാർച്ച് 480, മെയ് 530, ജൂലൈ 440. ഈ മൂന്ന് ബില്ലിനെയും ടോട്ടൽ തുക നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അല്ലേ. എത്രയാണ്? യെസ്, 1450, 1450 രൂപ. അപ്പോൾ ഈ ഒരു ടോട്ടൽ അല്ലെങ്കിൽ സോറി ആവറേജ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, മാത്സിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആവറേജ് എങ്ങനെയാണ് കാണുക? ശരാശരി കാണുന്നത് എന്താണ്? ടോട്ടൽ ബൈ എന്താണ്? നമ്പർ അല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ കേസിൽ നമ്മൾ പറഞ്ഞാൽ 3 മാസം ഉണ്ടല്ലേ. ആ 3 മാസത്തെയും തുക നമുക്ക് കിട്ടി, ടോട്ടൽ നമുക്ക് കിട്ടി 1450. ഓക്കെ, പിന്നെന്താണ് ഇവിടെ? ടോട്ടൽ ബൈ നമ്പർ ഓഫ് മന്ത്സ്. മന്ത്സ് എത്രയാണ്? മാർച്ച്, മെയ്, ജൂലൈ. ഓക്കെ, ദ നമ്പർ ഓഫ് മന്ത്സ് ഈസ് 3. ഓക്കെ, അപ്പോൾ എന്താണ്? ടോട്ടൽ ഡിവൈഡഡ് ബൈ 3 എന്നുള്ളതാണ് ഇതിൻ്റെ ഇക്വേഷൻ വരിക. ആ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് വി ആർ ഗോയിങ് ടു ഫൈൻഡ് ദ ആവറേജ്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യണം? ജസ്റ്റ് ടൈപ്പ് ആവറേജ് ഇൻ നെക്സ്റ്റ് കോളം. ഓക്കെ, ആവറേജ് അത് നമുക്ക് സെൻറ്ററായിട്ട് അലൈൻ ചെയ്യാം. ഓക്കെ, ഇവിടെ ചെയ്യേണ്ടത് ഇപ്പോൾ പറഞ്ഞ ഇക്വേഷൻ ടൈപ്പ് ചെയ്യുക. ഓക്കെ, ടൈപ്പ് എന്താണ് ടൈപ്പ് ചെയ്യേണ്ടത്? ഫസ്റ്റ് ഈക്വൽ ടു സിമ്പൽ. ഓക്കെ, ആവറേജ് ഈക്വൽ ടു ദ സെൽ അഡ്രസ് ഓഫ് ടോട്ടൽ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് മന്ത്സ് ആണ് വേണ്ടത്. നമുക്കിവിടെ ടോട്ടൽ എന്നുള്ളതിൻ്റെ സെൽ അഡ്രസ്സ്, ആദ്യത്തെ ടോട്ടൽ വിജയ് എന്ന് പറഞ്ഞ ആളുടെ ഇലക്ട്രിസിറ്റി ബില്ലിൻ്റെ ആദ്യത്തെ ടോട്ടൽ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് E2. അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ E2 എന്ന് ഇപ്പുറത്തെ കോളത്തിൽ വരും. ഇനി അത് അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക? നമുക്ക് ജസ്റ്റ് ടൈപ്പ് ചെയ്താലും മതി. എന്ത് ചെയ്യുക? E2 ദ സെൽ അഡ്രസ്. ഓക്കെ, ദെൻ എന്ത് ചെയ്യുക? ഡിവൈഡഡ് ബൈ E2 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മന്ത്സ് ഈസ് 3, മാർച്ച്, മെയ്, ജൂലൈ. ഓക്കെ ഓക്കെ ഈക്വൽ ടു E2 ഡിവൈഡഡ് ബൈ 3. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് പ്രസ് എൻ്റർ കീ. ഓക്കെ, ഹിയർ ഈസ് ദ ആവറേജ് ഓഫ് വിജയ്. നമുക്കിവിടെ കാണാൻ പറ്റും ആവറേജ് അല്ലേ, 483.3333 എന്നുള്ളതാണ് ഇതിൻ്റെ ആവറേജ്. നെക്സ്റ്റ് കോളം നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് കാണാം, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഫിൽ ഹാൻഡിൽ ടൂൾ ഉപയോഗിച്ചിട്ട് ഇവിടെ ഒരു സിമ്പിൾ ഉണ്ടാവും, ജസ്റ്റ് ക്ലിക്ക് ആൻഡ് ഡ്രാഗ്. എല്ലാവരുടെയും ആവറേജ് കാണാം. ഞാൻ ഒന്നുകൂടി ചെയ്ത് കാണിക്കാം. ഈക്വൽ ടു സൈൻ,
ഇവിടെ സെൽ അഡ്രസ് E2 അല്ല E3 ആണ്. ഓക്കെ, E3 ദെൻ ഡിവൈഡഡ് ബൈ 3 തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് രണ്ടും ഒരുമിച്ച് സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ജസ്റ്റ് ക്ലിക്ക് ആൻഡ് ഡ്രാഗ്. നമുക്ക് എല്ലാ ആൾക്കാരുടെ എല്ലാ പേഴ്സൺസിൻ്റെയും ആവറേജ് ഇലക്ട്രിസിറ്റി ബിൽസിൻ്റെ ആവറേജ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഹിയർ ഇസ് ദ ഫസ്റ്റ് ആക്ടിവിറ്റി. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ആക്ടിവിറ്റി. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ഈസ് how can we find or how can we create chart or graph in LibreOffice Calc. ഗ്രാഫുകൾ എങ്ങനെ തയ്യാറാക്കാം? ഓക്കെ, ഗ്രാഫുകൾ ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ മാത്സിലൊക്കെ. അപ്പോൾ ഗ്രാഫ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് സെലക്ട് 2 കോളംസ് അല്ലേ. വി ഹാവ് lot of information and select 2 information. that is നമുക്കിവിടെ നെയിം ആൻഡ് മാർച്ച് എന്നുള്ള 2 കോളംസ് നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, എന്ത് ചെയ്യാം, മൗസ് ഉപയോഗിച്ചോ കീബോർഡ് ഉപയോഗിച്ചോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഫസ്റ്റ് സെലക്ട് ദ ഇൻഫോർമേഷൻസ്. ഓക്കെ, ദെൻ ക്ലിക്ക് ഓൺ ഇൻസേർട്ട് ആൻഡ് ചാർട്ട് ഓപ്ഷൻ. ഇൻസേർട്ട് ചാർട്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അവിടെ നിങ്ങൾക്ക് ചാർട്ട് ടൈപ്പ് കാണാൻ നിങ്ങൾക്ക് അവിടെ കോളമാണോ ബാർ ഡയഗ്രാമാണോ പൈ ഡയഗ്രാമാണോ ഏതാ വേണ്ടിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. നമുക്കിവിടെ കോളം സെലക്ട് ചെയ്യാം. ഓക്കെ, കോളം സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഡാറ്റ റേഞ്ച് ഉണ്ട്, നിങ്ങൾക്ക് ആവശ്യമുള്ള പോലെ സെറ്റ് ചെയ്യാം. ചാർട്ട് എലമെൻറ്റ്സ് ടൈറ്റിൽ വേണ്ടിയിട്ട് അവിടെ ടൈറ്റിൽ കൊടുക്കാം. ഇലക്ട്രിസിറ്റി ബില്ലെന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഇവിടെ എക്സ് ആക്സിൽ നമുക്ക് എന്ത് കൊടുക്കാം, എക്സ് ആക്സിൽ നെയിമാണ് അല്ലേ, ഓരോ ആൾക്കാരുടെയും നെയിമാണ്. വൈ ആക്സിസിൽ എന്താണ്, ബില്ലുകളുടെ തുകയാണല്ലേ. എന്ത് കൊടുക്കാം നമുക്ക്, വൈ ആക്സിൽ നമുക്ക് ബില്ലെന്ന് കൊടുക്കാം. ഓക്കെ, ഫിനിഷ് കൊടുക്കുക. അപ്പോൾ നമുക്കിങ്ങനെ ടൈറ്റിൽ ബില്ലെന്ന് വന്നിട്ടുണ്ടാവും. അതേപോലെ നമുക്ക് ദെൻ എക്സ് ആക്സിൽ നെയിം, വൈ ആക്സിസ് ബില്ലെന്ന് വന്നിട്ടുണ്ടാവും. ഓരോ ആൾക്കാരുടെയും പേരും വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ചാർട്ട് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ഓക്കെ ചിൽഡ്രൻ, ഫസ്റ്റ് we selected 2 columns, 2 informations, that is name, March, and go to insert chart menu. ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, ഇൻസേർട്ട് ചാർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ ഉണ്ട്. യു ക്യാൻ ഓൾസോ യൂസ് ദിസ് ബട്ടൺ ഓക്കെ for creating chart. Okay, then next is the final activities in your textbook. All of you take your page number 56 56ാമത്തെ പേജ് എടുക്കുക. Let's assess. Given below is the take of the quantity of the food produced in India over a period of time. Prepare a column graph of the information using LibreOffice Calc. ഇന്ത്യയിലെ ചില വർഷങ്ങളിലെ ആകെ ഭക്ഷ്യോൽപാദനം പട്ടികയായി നൽകിയിരിക്കുന്നു. ഇത് ലിബ്രെഓഫീസ് കാൽക്കിൽ ടൈപ്പ് ചെയ്ത് ഒരു കോളം ഗ്രാഫ് തയ്യാറാക്കുക. ഓക്കെ, ഹിയർ ഇസ് ദ ടേബിൾ, പീരീഡ് ആൻഡ് പ്രൊഡക്ഷൻ, ടൺ എന്ന് കൊടുത്തിട്ടുണ്ട് യൂണിറ്റ്. ഓക്കെ, അവിടെ ഓരോ വർഷങ്ങൾ 1917, 1971, 1991, 2000, 2001 എന്നുള്ള രീതിയിൽ റേഞ്ചസിൽ പ്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാദ്യം ക്രിയേറ്റ് ചെയ്യുക.
Okay, first we have to create this chart with that information, and also ചാർട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യണം. കോളം ഗ്രാഫാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, നമ്മളിപ്പോൾ ചെയ്തത് തന്നെ. ഓക്കെ, എന്ത് ചെയ്യുക, നമുക്ക് ലിബ്രെ ഓഫീസ് കാൽക്ക് തുറക്കുക. ഇവിടെ ഫയലിന് ന്യൂ കൊടുത്താലും മതി. ഓക്കെ, ഫയൽ ന്യൂ സ്പ്രെഡ്ഷീറ്റ്. ഓക്കെ, അവിടെ നമ്മൾ ഇൻഫർമേഷൻസ് ടൈപ്പ് ചെയ്യുക. എന്തൊക്കെയാണ് ഹെഡിങ്സ്? പീരിയഡ്, then production, in brackets ton, okay, you can adjust this margin. Okay, and next is periods. In first period is 1970, 71. Okay, second is 1990, 91. Okay, third is 2000, 2001, then 2000. Here is the last period. Okay, then production. Next is 176.4. Next is 196.8. Then last one 257.4. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ചാർട്ട് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, ടേബിൾ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, എന്താണ് ചെയ്യേണ്ടത്? സെലക്ട് ദീസ് ടേബിൾ. ഫസ്റ്റ് യു ഹാവ് ടു സെലക്ട് ദീസ് ടേബിൾ. ഈ ടേബിൾ സെലക്ട് ചെയ്യുക. ദെൻ ഗോ ടു ഇൻസേർട്ട് മെനു ആൻഡ് ചാർട്ട്. കോളം ഗ്രാഫാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, യു ക്യാൻ ഓൾസോ ക്ലിക്ക് ഓൺ ദിസ് ബട്ടൺ ഓൾസോ. ഓക്കെ, ഇൻസേർട്ട് ചാർട്ട്. ഇവിടെ എന്ത് ചെയ്യാം, നമുക്ക് ചാർട്ട് ടൈപ്പ് കോളം ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഡാറ്റ ചാർട്ട് എലമെന്റ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ടൈറ്റിൽ വേണമെങ്കിൽ കൊടുക്കാം. എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ? എന്താണ് ക്വസ്റ്റ്യൻ? ആദ്യം നോക്കുക. ഫുഡ് പ്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ എന്ന് കൊടുക്കാം നമുക്കല്ലേ. ഫുഡ് പ്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ. ഓക്കെ, എക്സ് ആക്സിസിൽ എന്താണ് വരിക? എക്സ് ആക്സിസിൽ പീരീഡ് ആണ് വരിക. ദെൻ വൈ ആക്സിസിൽ പ്രൊഡക്ഷൻ. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് ഫിനിഷ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചാർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫുഡ് പ്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ എന്ന് വന്നു. ഓക്കെ, പീരീഡ് വന്നിട്ടുണ്ട്, പ്രൊഡക്ഷനും വന്നിട്ടുണ്ട്. ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, യെസ്. ഇവിടെ ടൈറ്റിലിൽ ചെറിയൊരു മിസ്റ്റേക്സ് ഉണ്ട്. ഫുഡ് പ്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ എന്നുള്ളതാണ്. അത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എടുക്കുക. ഇതിൽ ഫുഡ് പ്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ എന്നുള്ളത് സ്പേസ് കൊടുക്കുക കേട്ടോ. ഓക്കെ, ഓക്കെ. ബാക്കിയൊക്കെ പ്രാക്ടിക്കൽ ആക്ടിവിറ്റീസ് തന്നെയാണ്. ഓക്കെ, യൂസിംഗ് ലിബ്രെ ഓഫീസ് കാൽക്, പ്രിപ്പയർ എ ടേബിൾ ആസ് ഷോൺ ബിലോ ഇൻഡിക്കേറ്റിംഗ് ദ നമ്പർ ഓഫ് ചിൽഡ്രൻ ആൻഡ് ദ വേരിയസ് മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട് യൂസ്ഡ് ബൈ ദം ടു കം ടു സ്കൂൾ. വിവിധ മാർഗങ്ങളിലൂടെ സ്കൂളിലേക്ക് വരുന്ന കുട്ടികളുടെ എണ്ണം ശേഖരിച്ച് താഴെ കാണുന്ന രീതിയിൽ ലിബ്രെ ഓഫീസ് കാൽക്കിൽ പട്ടികപ്പെടുത്തുക. ഓക്കെ,
കുട്ടികൾ എങ്ങനെയാണ് സ്കൂളിലേക്ക് എത്ര കുട്ടികളുടെ എണ്ണാണ് ചോദിച്ചിരിക്കുന്നത്. സൈക്കിളിൽ വരുന്ന കുട്ടികൾ, സ്കൂൾ ബസ്, ബൈ ഫുട്ട് നടന്നിട്ട് വരുന്ന കുട്ടികൾ, ലൈൻ ബസ്സിൽ വരുന്ന കുട്ടികൾ, അങ്ങനെ. ലാസ്റ്റ് ആക്ടിവിറ്റിയും പറഞ്ഞിട്ടുണ്ട്. 4 ക്ലാസ് ടെസ്റ്റുകളിൽ കുട്ടികൾ നേടിയ സ്കോറുകൾ താഴെ കൊടുക്കുന്നു. പട്ടിക ലിബർ ഓഫീസ് കാൽക്കിൽ തയ്യാറാക്കുക. കാൽക്കുലേറ്റ് സങ്കേതം ഉപയോഗിച്ച് ശരാശരി സ്കോർ കാണുക. നമ്മൾ ആദ്യം കണ്ടില്ലേ ആവറേജ് കാണുന്ന അതേ ടൈപ്പാണ്. ഓരോ കുട്ടിയുടെയും നെയിം കൊടുത്തിട്ടുണ്ടല്ലേ. ദെൻ ഇംഗ്ലീഷ്, ഹിന്ദി, സയൻസ്, മാത്സ് എന്നീ വിഷയങ്ങളുടെ സ്കോറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സ്കോർസ് എന്ത് ചെയ്യുക, ലിബർ ഓഫീസ് കാൽക്കിൽ ടൈപ്പ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം, ആവറേജ് എന്ന് പറഞ്ഞൊരു കോളം തയ്യാറാക്കി എന്ത് ചെയ്യുക, അതിന് മുമ്പേ ടോട്ടൽ കാണണം കേട്ടോ. യു ഹാവ് ടു ഫൈൻഡ് ടോട്ടൽ ആൻഡ് ദ നമ്പർ ഓഫ് സബ്ജക്ട്സ്. ഇവിടെയുള്ള സബ്ജക്റ്റുകളുടെ എണ്ണം ഇംഗ്ലീഷ്, ഹിന്ദി, സയൻസ്, മാത്സ് 4 4. ഓക്കെ, നമ്പർ ഓഫ് സബ്ജക്ട്സ് ഈസ് 4. അതായത് ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സബ്ജക്ട്സ്. ടോട്ടൽ എന്ന് പറയുന്ന ഒരു ഡാറ്റയുടെ സെൽ അഡ്രസ് ഏതാണെന്ന് നോക്കുക. ദെൻ ഡിവൈഡഡ് ബൈ 4 കണ്ടാൽ നമുക്ക് ആവറേജ് കാണാൻ പറ്റും. ഓക്കെ, ഇത്രയാണ് ഈ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഡാറ്റ അനാലിസിസ്. ഓക്കെ, വിവര വിശകലനം എന്നുള്ള ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഈ ചാപ്റ്ററിൻ്റെ നോട്ട് ഞാൻ പിന്നീട് തരുന്നതായിരിക്കും. നെക്സ്റ്റ് ഈസ് ലെറ്റ്സ് മേക്ക് അവർ പ്രസൻറ്റേഷൻ ഇംപ്രസീവ് എന്നുള്ള ചാപ്റ്ററാണ്. അവതരണം ഒരുക്കാം മിഴിവോടെ. ലിബർ ഓഫീസ് ഇംപ്രസ് നിങ്ങൾ ഓൾറെഡി പരിചയപ്പെട്ട ചാപ്റ്റർ തന്നെ ആയിരിക്കും. ഓക്കെ, ലെറ്റ്സ് ഡിസ്കസ് ഇറ്റ് later. Okay children, we'll see you on next class. Okay, have a nice day.